ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ വീണ്ടും കനത്ത ഗതാഗതക്കുരുക്ക്. മുരിങ്ങൂരിലാണ് ഗതാഗതക്കുരുക്ക്. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, നേരത്തെയും മണിക്കൂറുകളോളം ഈ ഗതാഗതക്കുരുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊരു അപകടമായിരുന്നു ആ കുരുക്കുണ്ടാക്കിയതെങ്കിൽ ഇന്നെന്താണ് കാരണം? ദേശീയപാതയിൽ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ ഭാരമേറിയ വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ചില കുഴികളൊക്കെ തന്നെ നേരത്തെ അടച്ചിരുന്നതാണെങ്കിലും കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു പ്രദേശത്ത്. ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെയായി ഒരുപാട് വാഹനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കുഴികൾ ഉണ്ടായതും മഴ പെയ്തതും ഒരുപാട് വാഹനങ്ങൾ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഈ മേഖലയിൽ എത്തിയതും ഒക്കെ തന്നെയാണ് കുരുക്കിന് കാരണമായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 10 അടി താഴ്ചയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. അന്ന് ഒറ്റവരി ഗതാഗതമായി ക്രമീകരിച്ചിരുന്നു. പിന്നീട് ഈ കുഴി നികത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്തതാണ്. അത് നിർമ്മാണ കമ്പനി കളക്ടർ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു. നിർമ്മാണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോഴും മുരിങ്ങൂർ ഭാഗത്ത് ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഈ ഭാഗത്തുകൂടെ വാഹനങ്ങൾ മെല്ലെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വഴിയുണ്ടോ യാത്ര ചെയ്യാൻ? ചെറിയ വഴികൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഇടറോഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. മറ്റു വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരക്ക് കുറയുന്നൊരു സാഹചര്യത്തിൽ കൂടി ഏതാണ്ട് 7 മണിയോടുകൂടി തിരക്ക് കുറഞ്ഞ് ഗതാഗതം സുഗമമാവുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ എറണാകുളത്തു നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ തടസ്സമുള്ളത്. മറുഭാഗത്ത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള റൂട്ടിന് ഇത്ര തടസ്സം വരുന്നില്ല. ചെറിയ കുഴികളും മറ്റുമുള്ളതാണ് കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. നാളെ ഹൈക്കോടതി ദേശീയപാതാ വിഷയം വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതാണ്. നേരത്തെ ടോൾ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി സന്നദ്ധമാണ് എന്ന തരത്തിൽ ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. പക്ഷേ ഇത് കേസ് പരിഗണനയ്ക്ക് എടുത്ത ദിവസത്തിൻ്റെ തലേന്നാണ് മുരിങ്ങൂരിൽ ഇത്തരത്തിലൊരു കുഴി ഉണ്ടാവുകയും ഹൈക്കോടതി ഉടൻ തന്നെ ഈ വിഷയം കൂടി പരിഹരിച്ചിട്ട് ബാക്കി നോക്കാം എന്ന തരത്തിൽ ഹർജി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇന്നും ഇപ്പോൾ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രിയോടുകൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ളൊരു ശ്രമം കരാർ കമ്പനി നടത്തും. കാരണം നാളെ വീണ്ടും കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ് എന്ന ബോധ്യം അവർക്കുമുണ്ട്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ ഈ വിഷയം വീണ്ടും വരാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ആ ഭാഗത്ത് ഗതാഗത കുരുക്കുണ്ട്. അതിന് ഇപ്പോൾ പോലീസും മറ്റും ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഗതാഗത ക്രമീകരണങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അല്പസമയത്തിനകമെങ്കിലും ഏറ്റവും കുറഞ്ഞ 7 മണിക്ക് മുമ്പെങ്കിലും ഈ ഗതാഗത പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത്.